ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 47. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. മാർച്ച് 1, 1980, 195. മരുഭൂമിയിൽ യേശുവിനോട് കൂടെ. പ്രിയപുത്രരെ, കൂടുതൽ തീവ്രമായ പ്രാർത്ഥനയും പ്രായശ്ചിത്തത്തിൻ്റെയും ഈ ഘട്ടത്തിൽ നിങ്ങളും യേശുവിനോടുകൂടെ മരുഭൂമിയിലേക്ക് പോകണം. പിതാവിൻ്റെ പദ്ധതി പൂർണ്ണമായി നിർവഹിക്കുന്നതിന് നിങ്ങളെ അവനോടുകൂടി ആത്മാർപ്പണം ചെയ്യണം. നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പ്രധാന ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിങ്ങൾ സന്നദ്ധരാകുക. കാരണം എൻ്റെ സമയം വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകണം. എൻ്റെ പദ്ധതി നിങ്ങളുമായി യോജിക്കുകയില്ല. എൻ്റെ പദ്ധതികൾ നിങ്ങളുടേതുമല്ല. നിർമ്മലമായ ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പദ്ധതി ഗ്രഹിക്കാനും എൻ്റെ വഴിയിലൂടെ നടക്കാനും നിങ്ങൾക്ക് സാധ്യമാവൂ. ഹൃദയ നൈർമല്യമുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. മരുഭൂമിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഞാൻ കൂടുതൽ നിർമ്മലമാക്കും. തദ്വാര വിജ്ഞാന സ്വരൂപൻ്റെ പ്രകാശത്തിൽ നിങ്ങൾ പിതാവിൻ്റെ പദ്ധതി കാണണം. യേശു ചെയ്തതുപോലെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പാനപാത്രത്തിൻ്റെ അവസാന തുള്ളി വരെ പോലും കുടിച്ചു തീർക്കണം. അതുവരെ പ്രസ്തുത പദ്ധതി പൂർത്തിയാക്കാൻ നിങ്ങൾ സ്വമേധയാ തയ്യാറാവുകയും ചെയ്യണം. ഇതിനായി നിങ്ങളുടെ ഹൃദയങ്ങൾ ഇനിയും കൂടുതൽ പരിശുദ്ധമാക്കപ്പെടണം. എൻ്റെ മാതൃസഹജമായ ശുദ്ധീകരണത്തിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം മരുഭൂമി അത്രേ. മരുഭൂമിയിൽ യേശു വിശപ്പും ദാഹവും സഹിച്ചു. രാത്രിയിലെ ശൈത്യവും പകലിൻ്റെ വലിയ ഉഷ്ണവും അവൻ സഹിച്ചു. ഞാൻ നിങ്ങളെ നയിക്കാൻ പോകുന്ന മരുഭൂമിയിൽ നിങ്ങൾ വലിയ വിശപ്പും ദാഹവും ദൈവവചനത്തിനു വേണ്ടി മാത്രം സഹിക്കും. തത്സമയം മറ്റു വചനങ്ങളെല്ലാം ഒരു മനംപിരട്ടൽ നിങ്ങൾക്ക് അനുഭവപ്പെടുത്തും. വേദനാജനകമായ ശൈത്യവും ഉജ്ജ്വലമായ ചൂടും നിങ്ങൾ അനുഭവപ്പെടും. ലോകത്തിൻ്റെ മേൽ ഇറങ്ങി അതിനെ തണുപ്പിച്ച് ഫലശൂന്യമായി തീർക്കുന്ന പാപം നിമിത്തമാണ് നിങ്ങൾക്ക് ശൈത്യം അനുഭവപ്പെടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലോഷ്ണം അവിടുത്തെ സ്നേഹം സർവത്ര വ്യാപിപ്പിക്കുകയും തൽഫലമായി സർവവും നവീകരിക്കപ്പെടുകയും വീണ്ടും പുഷ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ടത്രേ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നത്. മരുഭൂമിയിൽ യേശു ഏകാഗിയായി വസിച്ചു. അവനോടുകൂടെ നിങ്ങളെയും ഈ ആന്തരികമായ ഏകാന്തതയിലേക്ക്, എല്ലാറ്റിൽ നിന്നും നിസ്സംഗമായി നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്നും സൃഷ്ടവസ്തുക്കളിൽ നിന്നും നിങ്ങൾ ജീവിക്കുന്ന ലോകത്തു നിന്നും നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാരങ്ങളിൽ നിന്നും നിങ്ങളെ നിസ്സംഗരായി കൊണ്ടുവരും. അങ്ങനെ മഹാനിശബ്ദതയുടെ സ്വരം നിങ്ങൾ കേൾക്കും. മഹാനിശബ്ദത ആവരണം ചെയ്തിരിക്കുന്ന ഈ തൊട്ടിലിനെ മാത്രമേ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തോടും അയൽക്കാരോടുമുള്ള പരിപൂർണ സ്നേഹത്തിലും പരിശുദ്ധിയിലും രൂപീകരിക്കപ്പെടുകയുള്ളൂ. മരുഭൂമിയിൽ യേശു പിതാവിനോട് അവിരാമം പ്രാർത്ഥിച്ചു. അതുപോലെ യേശുവിനോടുകൂടെ പ്രാർത്ഥനയിലേക്ക്, ഇടതടവില്ലാത്തതും നിരന്തരവുമായ പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം കൊണ്ടും ജോലി കൊണ്ടും വേദന കൊണ്ടും ക്ഷീണം കൊണ്ടും മുറിവുകൾ കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓ പ്രിയപുത്രരെ, മരുഭൂമിയിൽ വെച്ച് മാത്രമേ പ്രാർത്ഥനയിൽ പരിശീലനം നൽകുവാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവിന് കഴിയുകയുള്ളൂ. ഇപ്രകാരം നിങ്ങൾ സ്നേഹിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ പിതാവിനെ നിങ്ങളുടെ സമീപേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പരിശോധിക്കപ്പെടും. മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെട്ടു. ഞാൻ നിങ്ങളെ നയിക്കാൻ പോകുന്ന മരുഭൂമിയിലും നിങ്ങൾ നിങ്ങളുടെ അസംഖ്യമായ പ്രലോഭനങ്ങളുടെയും ക്ലേശങ്ങളുടെയും അഗ്നിയാൽ പരീക്ഷിക്കപ്പെടുകയും നിങ്ങളുടെ വിശ്വസ്തതയും വിശ്വാസവും വലിയ പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യും. നിങ്ങളെ പരീക്ഷിക്കുന്നതിനായി എൻ്റെ ശത്രുവിന് കുറേ സമയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വിധത്തിലും നിങ്ങളെ കെണിവെക്കും. അഹങ്കാരം, മാംസേച്ഛ, സംശയം, നിരാശ, ജിജ്ഞാസ എന്നിവ കൊണ്ട് അവൻ നിങ്ങളെ കെണികളുണ്ടാക്കും. ഗോതമ്പ് പോലെ അവൻ നിങ്ങളെ പാറ്റും.
അവൻ്റെ അപകടകരമായ വഞ്ചനയാൽ പലരും ആകർഷിക്കപ്പെടും. അവൻ്റെ പാപപ്രലോഭനങ്ങളിൽ പെടുമ്പോഴെല്ലാം നിങ്ങൾ യേശുവിനെ പിൻചെല്ലുവിൻ. സർവോപരി നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. കാരണം അനേക ആത്മാക്കൾ പാപത്തിലേക്ക് നയിക്കുകയും അവരെ നാശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നിരവധി കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും ഇന്നുണ്ട്. എൻ്റെ പ്രിയ സുതരേ, നിങ്ങൾ നിരാശരാകരുത്. എൻ്റെ ശത്രുവിൻ്റെ കെണികളെ ചൂണ്ടിക്കാണിക്കാനും അവൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കുവാനും ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്. ഞാൻ ദൈവവചനത്താൽ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ ഐഹിക ജീവിതത്തിൽ അവളെ നയിച്ച പ്രകാശം ദൈവവചനമാണ്. മരുഭൂമിയിൽ യേശുവിനെ പോലെ നിങ്ങളും നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിനായി തയ്യാറാകണം. ഇതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ പൂർവാധികം നിർമ്മലങ്ങളാകണം. ദൈവവചനത്തിന് വേണ്ടി നിങ്ങൾ വിശക്കുകയും ദാഹിക്കുകയും വേണം. എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങളുടെ സഹോദരൻ യേശുവിനോടുകൂടെ ഇപ്രകാരം പറയുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹിക്കുകയും വേണം. പിതാവേ, അങ്ങയുടെ തിരുച്ചിത്തം മാത്രം നിർവഹിക്കപ്പെടണം. അങ്ങ് ഹോമയാഗങ്ങളിലോ ബലികളിലോ സംപ്രീതനാകുന്നില്ല. എന്നാൽ എനിക്കായി ഒരു ശരീരം അവിടുന്ന് ഒരുക്കി. ഓ ദൈവമേ, അങ്ങയുടെ തിരുമനസ് നിറവേറ്റാനായി ഇന്നു ഞാൻ വരുന്നു. 196 മാർച്ച് 25, 1980. എൻ്റെയും നിങ്ങളുടെയും ഉറപ്പ്, എൻ്റെയും നിങ്ങളുടെയും ഉവ്വ്. എൻ്റെ പ്രിയപുത്രരെ, നിങ്ങളുടെ സ്വർഗീയ മാതാവ് കർത്താവിൻ്റെ തിരുച്ചിത്തത്തിന് അവളുടെ ഉവ്വ് ഉദ്ദീരണം ചെയ്യുന്നതിനെപ്പറ്റി ഇന്ന് നിങ്ങൾ ധ്യാനിക്കുക. ഈ ഉവ്വ് പരിപൂർണമായ നിശബ്ദതയിൽ നിന്ന് അവളുടെ ആത്മാവിൽ പുഷ്പിച്ചതാണ്. ആന്തരികമായ നിശബ്ദതയിൽ ദൈവവചനം മാത്രം അന്വേഷിക്കുന്നതിന് എന്നെ തന്നെ ലഭ്യമാക്കിക്കൊണ്ട് ഞാൻ സദാസമയവും സ്ഥിരചിത്തതയോടെ വസിച്ചു. ഏറ്റവും ആഴമായ നിശബ്ദതയിൽ വചനം തന്നെ എൻ്റെ ആത്മാവിനോട് സമ്പർക്കം പുലർത്തി. അപ്പോൾ എൻ്റെ മനസ്സിനെ അവിടുന്ന് സ്വീകരിക്കുന്നതിന് തുറന്നു കൊടുക്കുകയും അവിടുത്തെ ജാഗ്രതയോടെ കാക്കുന്നതിന് എൻ്റെ ഹൃദയം അടക്കപ്പെടുകയും ചെയ്തു. ബാഹ്യമായ നിശബ്ദത, ശബ്ദകോലാഹലങ്ങളിൽ നിന്ന്, പല വിചാരങ്ങളിൽ നിന്നും, എൻ്റെ ചുറ്റും നടക്കുന്ന സംഭവവികാസങ്ങളിൽ നിന്നും ഞാൻ സ്വയം പ്രത്യഹരിച്ചു. വിനീതവും സാധാരണവുമായ എൻ്റെ ജീവിതം വഴി ഞാൻ നിർവഹിക്കുന്നതിന് പരിശ്രമിച്ചിരുന്ന ദൈവത്തിരുച്ചിത്തത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ആന്തരിക പിന്മാറ്റം എന്നെ ഏകാഗ്രതയിലാക്കി. ഈ ദൃശ്യമായ നിശബ്ദത പിതാവിൻ്റെ മഹാപദ്ധതിയെ മറച്ചുവെച്ചു. ഇത് എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ പോലും അത് വളരെ ജാഗ്രതയോടെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടിയിരുന്നു. ആകയാൽ എൻ്റെ മാതൃസമ്മതം അദൃശ്യമായും രഹസ്യമായും നടന്നു. പിതാവ് അത് പ്രതീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. എൻ്റെ ഉവ്വ് സാന്ദ്രമായ പ്രാർത്ഥനകളുടെ ഫലമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിടർന്നു. ഇപ്പോൾ എൻ്റെ ജീവിതം സമ്പൂർണമായും പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അഭിമുഖീകരണമായിരുന്നു. പിതാവാകട്ടെ രഹസ്യത്തിൽ വചനത്തിൻ്റെ, എൻ്റെ കന്യാഗോദരത്തിൽ മനുഷ്യനായി തീർന്ന വചനത്തിൻ്റെ നിഗൂഢ പദ്ധതി കൂടുതലായി വെളിപ്പെടുത്തി. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശരിയായ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ വിളിച്ചതിനെ പറ്റിയുള്ള സർവ്വവും എനിക്ക് കൂടുതൽ വ്യക്തമായി. പിതാവിൻ്റെ വചനത്തിൽ നിന്ന് എൻ്റെ മാംസവും രക്തവും നൽകുന്നതിന് ഒരുങ്ങേണ്ടതിന് എൻ്റെ കർത്തവ്യമായിരുന്നു. എല്ലാവരുടെയും രക്ഷയുടെ അടയാളമായി കുരിശിൽ ആത്മാർപ്പണം ചെയ്യേണ്ടതിന് വചനം എൻ്റെ ഉദരത്തിൽ മനുഷ്യാവതാരം ചെയ്യേണ്ടിയിരുന്നു. ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് പിന്മാറുക. ഇങ്ങനെ എൻ്റെ ഉവ്വ് സഹിക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ പൂർണ്ണ മനസ്സമ്മതം കൂടിയായിരുന്നു. കാരണം ആ നിമിഷങ്ങളിൽ എൻ്റെ പുത്രൻ്റെ എല്ലാ സഹനവും എൻ്റെ കന്യകാ ഉദരത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കാലുകളിലും കൊച്ചു കൈകളിലും മുറിവുകൾ എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ടു. അവൻ്റെ ഹൃദയത്തിലെ അതിഭീകരമായ മുറിവിൻ്റെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് ഞാൻ കണ്ടു. പുൽത്തൊട്ടിയിൽ ജനിച്ചു നവജാതനായി വീഴുന്നത് കണ്ടു. ധ്യാനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ കുരിശിൽ കിടത്തപ്പെടുന്നതും ഞാൻ ദർശിച്ചു. പ്രിയപുത്രന്മാരെ, പിതാവിൻ്റെ തിരുച്ചിത്തത്തിന് ഉവ്വ് എന്ന ഉത്തരമരുളുന്ന നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നോക്കി ധ്യാനിക്കുക. ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വിളിക്കപ്പെട്ടിരിക്കുന്നു.
ഇതുതന്നെ ആവർത്തിക്കുവാൻ നിങ്ങളിവിടെ വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സംവിധാനം പൂർത്തിയാക്കപ്പെടും. ഇന്നേ ദിവസം ഓരോരുത്തരും ഉച്ചരിക്കുന്ന ഉവ്വ് ഞാൻ എൻ്റെ വിമല ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഈ ഉവ്വ് ആഴമായ നിശബ്ദതയുടെ ഫലമായി നിങ്ങളിൽ പുഷ്പിക്കണം. പിതാവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അമ്മ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന പ്ലാൻ നിങ്ങളുടെ ഹൃദയ രഹസ്യമായി കാത്തുകൊള്ളുക. ലോകത്തിൻ്റെ ശബ്ദകോലാഹലത്തിൽ നിന്ന് പിൻവാങ്ങുക. തൻ്റെ മുൻപിലുള്ള എല്ലാറ്റിനെയും തൂത്തടിച്ചു കൊണ്ട് പോകുകയും അശുദ്ധമാക്കുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ വാക്കുകളുടെയും സങ്കല്പങ്ങളുടെയും തിരയടിയിൽ നിന്ന് രക്ഷ നേടുവാൻ രക്ഷാകവചം ധരിക്കുവിൻ. ഇക്കാലത്ത് ആന്തരിക സമാധാനം പാലിക്കേണ്ടതും എങ്ങനെയാണെന്ന് മിക്കവാറും ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. ഈ വിധത്തിലാണ് എൻ്റെ ശത്രു ഹൃദയങ്ങളെയും ആത്മാക്കളെയും വഴിതെറ്റിക്കുന്നതിലും അശുദ്ധമാക്കുന്നതിലും വിജയിക്കുന്നത്. പിതാവിൻ്റെ തിരുച്ചിത്തം നിറവേറാൻ വേണ്ടി ഉവ്വ് എന്ന് നിങ്ങൾ ഉത്തരമരുളുക. ഈ വിധം അവിടുത്തെ രഹസ്യങ്ങളിൽ കൂടുതൽ ആഴമായി ചൂഴ്ന്നിറങ്ങുന്നതിന് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പ്രാർത്ഥന ദൈവവുമായി സമ്പർക്കം പുലർത്തുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇപ്രകാരം ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ തന്നെ സ്വരം, അവിടുത്തെ ജീവിക്കുന്ന വചനം ആയിത്തീരാൻ കഴിയും. ഇക്കാലത്ത് യേശു തൻ്റെ വൈദികരോട് ആവശ്യപ്പെടുന്നത് ഇതുമാത്രമത്രേ. നിരവധി വൈദികരാൽ അവൻ ഇന്ന് ഒറ്റിക്കൊടുക്കപ്പെടുന്നു. അവൻ്റെ ദിവ്യവചനങ്ങൾ അവർ ദുരുപയോഗിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രരെ, നിങ്ങൾക്ക് എന്നോടുകൂടെ കുരിശിനോട് ഉവ്വ് എന്ന് പ്രത്യുദ്ധരിക്കുക, എന്നുദ്ഘോഷിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ പീഡാനുഭവങ്ങളെയും കാൽവരിയുടെയും മണിക്കൂറുകൾ വന്നിരിക്കുന്നു. എൻ്റെ കന്യകാത്രോദരത്തിൽ പിതാവിൻ്റെ വചനം ഞാൻ സ്വീകരിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ വിമല ഹൃദയത്തിൽ അടച്ചു സംരക്ഷിക്കുന്നു. തത്സമയം നിങ്ങൾ നടത്തിയ പരിഹാര സമർപ്പണത്തിൻ്റെ നിമിഷം ഞാൻ മുൻകൂട്ടി വീക്ഷിക്കുന്നു. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സ്വർഗീയ മാതാവ് അവളുടെ ദൈവത്തോട് സസന്തോഷം നിരന്തരമായി ആവർത്തിക്കുന്ന ഉവ്വിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉവ്വ് ആവർത്തിക്കുക. അപ്പോൾ നിങ്ങളിലും പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റാൻ കഴിയും. എൻ്റെ വിമല ഹൃദയം ലോകരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ ബലി കഴിക്കുന്ന ബലിപീഠമായി തീരുകയും ചെയ്യും. ഏപ്രിൽ 4, 1980 ദുഃഖവെള്ളി, 197 അവൻ്റെ ഏറ്റവും വലിയ പരിത്യക്താവസ്ഥയിൽ. പ്രിയപുത്രരെ, ഇന്ന് എന്നോടുകൂടെ കുരിശിൻ്റെ കീഴിൽ നിൽക്കുക. യേശുവിൻ്റെ അപാരമായ ക്ലേശങ്ങൾ എൻ്റെ മാതൃസ്നേഹം കൊണ്ട് ആവരണം ചെയ്യുന്നതിന് മരിക്കുന്ന അവൻ്റെ സമീപത്ത് ഞാൻ നിൽക്കുകയാണ്. അവൻ ഏറ്റവും വലിയ പരിത്യക്തതയുടെ കൈപ്പുള്ള പാനീയം കുടിക്കുമ്പോൾ അതിൽ ഞാനും പൂർണ്ണമായി പങ്കുചേരുന്നു. ഇവിടെ കുരിശിൻ്റെ കീഴിൽ അവൻ്റെ സ്നേഹിതരോ ശിഷ്യന്മാരോ ഇല്ല. യേശു പല വിധത്തിലും സഹായിച്ച നിരവധി ആളുകളിൽ ആരും ഇവിടെയില്ല. ഈ ആന്തരികവും ഏറ്റവും മാനുഷികമായ ദുഃഖനിമിത്തം അവൻ്റെ ദിവ്യമായ നോട്ടം മങ്ങിയിരിക്കുന്നു. എൻ്റെ മാതൃനിരീക്ഷണം വിശാലമാവുകയും ചുറ്റും വ്യാപിക്കുകയും ചെയ്യുന്നു. എന്നെ ആശ്വസിപ്പിക്കുന്നവരെ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല എന്ന സ്നേഹത്തിന് വേണ്ടിയുള്ള അവൻ്റെ വേദനാത്മകമായ ദാഹത്തെ ശമിപ്പിക്കാൻ ചുറ്റും നിന്നവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടോ എന്ന് ഞാൻ നോക്കി. അവന് ഹോസാന പാടിയ ജനക്കൂട്ടമോ അവന് സസന്തോഷം സ്വാഗതമരുളിയ ആളുകളോ അപ്പം കൊണ്ട് സംതൃപ്തപ്പെട്ട ജനസമൂഹമോ ഇവിടെ കുരിശിൻ കീഴിൽ കാണാനില്ല. വിദ്വേഷം കൊണ്ട് അന്ധരായവരും മനുഷ്യത്വമില്ലാത്ത ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ തങ്ങളുടെ മതനേതാക്കളാൽ അയക്കപ്പെട്ടവരുമായ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു കൂട്ടം ഇവിടെയുണ്ട്. അവരുടെ നന്ദിഹീനത രൂക്ഷതരമാവുന്നതിനും അവൻ്റെ പരിത്യക്താവസ്ഥ പൂർണ്ണതരമാകുന്നതിനും നിയോഗിക്കപ്പെട്ടവരാണവർ. ഇങ്ങനെ അവൻ്റെ വേദനയ്ക്ക് ലഭിക്കുന്ന അവഹേളനം മാത്രം, അവൻ്റെ വീഴ്ചകൾക്ക് നിന്ദനം, അവൻ്റെ മുറിവുകൾക്ക് അധിക്ഷേപങ്ങൾക്ക് ബലി ചെയ്യപ്പെട്ട ശരീരത്തിൻ്റെ കടുത്ത ദ്രോഹം, മരണവേദനയുടെ വിലാപങ്ങൾക്ക് ദൈവദൂഷണങ്ങൾ, അവൻ്റെ ജീവിതത്തിൻ്റെ പരമമായ അർപ്പണത്തിന് പരിഹാസവും തിരസ്കരണവും. എൻ്റെ പുത്രൻ്റെ ഹൃദയം റോമൻ ഭടൻ കുന്തം കൊണ്ട് കുത്തി തുറക്കുന്നതിന് മുമ്പ് തന്നെ അത് അതിരൂക്ഷമായ ഈ പരിത്യക്താവസ്ഥയാൽ ഭേദിക്കപ്പെട്ടിരുന്നു. അമ്മയുടെ ഹൃദയം ദുഃഖത്താൽ മുറിവേറ്റപ്പെട്ടു. ചുറ്റും നിന്നിരുന്നവരുടെ വിശ്വസ്തരായ ഏതാനും പേരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ശമിക്കുവാൻ വയ്യാത്ത വിധം അത്ര വലുതായിരുന്നു ആ ദുഃഖം. ഒരാൾ അവിടെ നിന്നു. അവൻ്റെ 12 അപ്പോസ്തലന്മാർ ഇവിടെ കുരിശിൻ്റെ കീഴിലില്ല.
ഒരാൾ അവനെ ഒറ്റിക്കൊടുക്കുകയും സ്വന്തം ജീവനെ നശിപ്പിക്കുകയും ചെയ്തു. വേറൊരാൾ അവനെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ അവൻ വളരെ ദൂരെ ഇരുന്ന് കരയുകയാണ്. മറ്റുള്ളവരാൽ ചിതറിക്കപ്പെട്ടു. അവർ വലിയ ഭയത്തോടെ ഒന്നിച്ചു കഴിഞ്ഞുകൂടുന്നു. എങ്കിലും ഒരാൾ എൻ്റെ കൂടെ നിന്നു, കൊച്ചു ജോൺ. അവൻ്റെ നിരപരാധമായ ഹൃദയമിടിപ്പ് ഞാൻ കേൾക്കുന്നു. അവൻ്റെ ഭയം, അത്ഭുത പരതന്ത്രനായി നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭയം ഞാൻ കാണുന്നു. അവൻ്റെ ദുഃഖം ആത്മാർത്ഥതയുള്ള സ്നേഹിതൻ്റെ ദുഃഖമാണ്. എനിക്ക് സഹായം നൽകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട അവനെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. കുരിശിൽ നിന്നുള്ള യേശുവിൻ്റെ നോട്ടം, പാരമ്യത്തിലെത്തിയ തൻ്റെ പരിത്യക്താവസ്ഥയിൽ മരിക്കാൻ പോകുന്ന അവിടുത്തെ നോട്ടം ഞങ്ങൾ രണ്ടുപേരുടെയും മേൽ അതിശക്തമായി പതിക്കുന്നു. ആ നോട്ടം അനന്തമായ സ്നേഹത്താൽ ജ്വലിച്ചിരുന്നു. കുരിശിൻ്റെ കീഴിൽ എൻ്റെ മകൻ ഇപ്പോൾ മരിച്ചിടത്തും എൻ്റെ പുതിയ കുഞ്ഞിനെ, വലിയ വേദനയിൽ ജനിച്ചു വീണ അവനെ എൻ്റെ വിമല ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനെ എല്ലാം പൂർത്തിയായി. ഇവിടെ കുരിശിൻ്റെ കീഴിൽ ഞാൻ നിങ്ങളെ പ്രസവിച്ചെടുത്ത് എൻ്റെ പ്രിയസുത്തരെ നിങ്ങൾ ഇന്ന് ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിച്ചു. തിരുസഭയുടെ പീഡാനുഭവത്തിൻ്റെ മണിക്കൂറുകളിലും അവളുടെ വലിയ പരിത്യക്താവസ്ഥയിലും ജീവിക്കുന്നതിന് സഭ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അവളെ ആശ്വസിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനും ഞാൻ അവൾക്ക് നൽകുന്നത് എൻ്റെ പുത്രന്മാരായ നിങ്ങളെ അത്രേ. ആകയാൽ യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിൽ നിങ്ങളുടെ ദുഃഖിതയായ അമ്മയുടെ സമീപത്ത് പിതാവിൻ്റെ പ്ലാൻ പൂർത്തിയാക്കുന്നതിന് യോഹന്നാനോടുകൂടി നിങ്ങളെല്ലാവരും നിൽക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനോട് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ ഓരോ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കർത്താവിൻ്റെ തിരുമനസ്സിനോട് ഉവ്വ് അല്ലെങ്കിൽ ആമേൻ പറയാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിന് സഹായിക്കട്ടെ. ഈ അവസാന മണിക്കൂറുകളിൽ നമുക്ക് മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിൽക്കാം. അമ്മ നമ്മളെ അവളുടെ കാപ്പയുടെ കീഴിൽ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. ദൈവനാമം മഹത്വീകരിക്കപ്പെടട്ടെ. യേശുവെ ആരാധന.